പാലക്കാടേക്കുമില്ല, മലബാറിലേക്കുമില്ല. കെ മുരളീധരൻ പ്രഖ്യാപിക്കുമ്പോൾ കൈയടിക്കുകയാണ് കോൺഗ്രസ്. ഒരിക്കൽ തന്നെ തോൽപ്പിച്ച വട്ടിയൂർക്കാവിൽ തന്നെ ജനവിധി തേടുമെന്ന് മുരളി പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് ക്യാമ്പ് ആവേശത്തിലായി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മുരളിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമായി തത്വത്തിൽ അത് മാറിക്കഴിഞ്ഞു. നേരത്തെ പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ വിവിധ മണ്ഡലങ്ങളിലും തിരുവനന്തപുരം സെൻട്രലിലും മുരളീധരൻ മത്സരിക്കണമെന്നും പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വ്യക്തമായ മറുപടി പറയാതെ പാർട്ടി തീരുമാനിക്കുമെന്നും മത്സരത്തിനില്ലെന്നുമാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചിരുന്നത്. ഹൈക്കമാൻഡ് നടത്തിയ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രധാന പേര് മുരളീധരൻ്റെതായിരുന്നു. മുരളി മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. ഈ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞ മുരളി വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിന് അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. മുരളീധരനും സിറ്റിംഗ് MLA VK പ്രശാന്തും കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആവേശത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാനൊരുങ്ങുന്ന BJPയും തമ്മിൽ തീവ്രമായ ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. മുരളീധരൻ വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് മാറിയതിനെ തുടർന്ന് 2019 ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട മണ്ഡലം ഏതു വിധേനയും തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. തൃശൂരിലെ അപ്രതീക്ഷിത തിരിച്ചടികൾക്കു ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് കരുതിയെങ്കിലും വട്ടിയൂർക്കാവ് വീണ്ടെടുക്കാൻ മുരളി തന്നെ വേണമെന്ന ഉറച്ച തീരുമാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വവും അണികളും എന്ന് കാണാൻ സാധിക്കും. 2011, 2016 വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മുരളി മത്സരിച്ച് വിജയിച്ചിരുന്നു. നിയമസഭാ അംഗമായിരിക്കെ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോകുകയും ലോക്സഭയിൽ വിജയം നേടുകയും ചെയ്തിരുന്നു. പിന്നീട് വട്ടിയൂർക്കാവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്ത VK പ്രശാന്ത് വിജയം നേടുകയായിരുന്നു. ലോക്സഭാംഗമായിരിക്കെ നേമത്തു നിന്നും നിയമസഭയിലേക്കും കെ മുരളീധരൻ മത്സരിച്ചു. BJPയുടെ വിജയസാധ്യതയെ ബാധിച്ചു. CPMലെ V ശിവൻകുട്ടിയാണ് അന്ന് വിജയിച്ചത്. തുടർന്ന് തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് കെ മുരളീധരൻ മത്സരിച്ചെങ്കിലും ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. അന്ന് കെ മുരളീധരൻ എവിടെ മത്സരിച്ചാലും പരാജയപ്പെടുത്തുമെന്ന് RSS തീരുമാനമെടുത്തിരുന്നു. BJPയുടെ നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചത് കെ മുരളീധരനായിരുന്നു എന്നാണ് വാസ്തവം. ഇതിൽ മുരളി ആവേശം കൊണ്ടത് RSS BJP നേതാക്കൾക്കും പ്രവർത്തകർക്കും മുരളിയോട് കടുത്ത വിരോധത്തിനിടയാക്കിയിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ വിവിധ വാർഡുകൾ BJPയാണ് ഭരിക്കുന്നത്. മേയർ VV രാജേഷിൻ്റെ വാർഡ് കൊടുങ്ങാരൂരാണ് എന്ന പ്രത്യേകതയുമുണ്ട്. LDF സ്ഥാനാർത്ഥിയായി VK പ്രശാന്ത് തന്നെ വരാനാണ് സാധ്യതകൾ കാണുന്നത്. മുരളിയെ നേരിടാൻ BJPയും കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാനാണ് സാധ്യത. മുരളീധരൻ്റെ ഉള്ളിലിരിപ്പറഞ്ഞ് പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഏകദേശം ധാരണയിലെത്തിയിരിക്കുകയാണ്. 2011 മണ്ഡലം രൂപീകൃതമായ ശേഷം നടന്ന ആദ്യ 2 തെരഞ്ഞെടുപ്പുകളിലും കെ മുരളീധരനായിരുന്നു വിജയം. 2011 LDF സ്ഥാനാർത്ഥി ചെറിയാൻ ഫിലിപ്പിനെ 16,167 വോട്ടുകൾക്ക് തോൽപ്പിച്ച് അദ്ദേഹം വിജയിച്ചു. 2016 BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ 7,622 വോട്ടുകൾക്കാണ് മുരളീധരൻ പരാജയപ്പെടുത്തിയത്. അന്ന് CPM സ്ഥാനാർത്ഥി TN സീമ 3ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ 2019 കെ മുരളീധരൻ വടകര ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ പോയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മണ്ഡലം നഷ്ടമായി. VK പ്രശാന്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി K മോഹൻകുമാറിനെ 14,465 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി മണ്ഡലം പിടിച്ചെടുത്തു. 2021 നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വീണ S നായരെയും ഇപ്പോഴത്തെ തിരുവനന്തപുരം മേയർ VV രാജേഷിനെയും പരാജയപ്പെടുത്തി 21,515 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പ്രശാന്ത് മണ്ഡലം നിലനിർത്തുകയും ചെയ്തു. ഹിന്ദു വോട്ടർമാർക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ നായർ സമുദായത്തിനാണ് എണ്ണത്തിൽ മുൻതൂക്കം. ഈഴവ, ദലിത് വിഭാഗങ്ങൾക്കും കാര്യമായ സ്വാധീനമുണ്ട്. ക്രൈസ്തവ, മുസ്ലിം വിഭാഗങ്ങൾ ഏകദേശം 25% വരും. മുരളീധരൻ വട്ടിയൂർക്കാവിൽ ഇറങ്ങുന്നതോടെ BJP ആരെ കളത്തിലിറക്കുമെന്ന ചർച്ചകളും സജീവമാണ്. മുരളിയുടെ സഹോദരിയും അടുത്തിടെ BJPയിൽ ചേർന്ന പത്മജ വേണുഗോപാലിൻ്റെ പേരും മണ്ഡലത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സഹോദരനും സഹോദരിയും നേർക്കുനേർ വരുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ. ആരൊക്കെ എതിരെ വന്നാലും പത്മജയെ നിയമസഭ കാണിക്കില്ലെന്ന പ്രഖ്യാപനം കോൺഗ്രസ് നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. അതേസമയം മുരളിയാണെങ്കിൽ പത്മജ സ്വയം പിന്മാറുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരിക്കുകയാണ്.